ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ മാർക്കോ മൂവിക്കകത്ത് ഉണ്ണിമന്തൻ യൂസ് ചെയ്യുന്ന ഡിഫൻഡറാണ്. അതും ബ്ലാക്ക് മാറ്റ് ഫിനിഷിലാണ് വണ്ടി വന്നിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ലുക്കിൽ വണ്ടിക്ക് ഒരു പവർഫുൾ മോൺസ്റ്റർ SUV-യുടെ ആ ഒരു അഗ്രഷനും ലുക്സും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു മൂവിക്കകത്ത് അത് മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുമുണ്ട്. ഇതിപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഡിഫൻഡർ എന്ന് പറയുന്നത്. ഇതൊരു മസ്റ്റ് ചോയ്സ് വണ്ടി എന്ന പോലെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. ജോജു ജോർജാണ് ആദ്യം ഈ ഒരു വണ്ടി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മേടിക്കുന്നത്. അതിന് ശേഷം മമ്മൂക്ക മേടിച്ചു. മമ്മൂക്കടയിൽ ഇരിക്കുന്ന 110 സീരീസ് ആണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കോമൺലി കൂടുതലും 110 സീരീസ്. അതുകൂടാതെ കുഞ്ചാക്കോ ബോബന് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളർ ഡിഫൻഡറാണ്. ആസിഫിക്കയ്ക്കും വൈറ്റ് കളർ ഡിഫൻഡർ ഉണ്ട്. അത് വരുന്നതും കോമൺലി 110 സീരീസ് ആണ് വരുന്നത്. പിന്നെ മനോജ് കെ ജയനും എടുത്തതും 110 സീരീസിലെ വൈറ്റ് കളർ ഡിഫൻഡറാണ്. പിന്നെ ആകെ ഒരു ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ ഫാസ്റ്റ് ഫാസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഡിഫൻഡറാണ്. അത് 90 സീരീസ് ആണ്. അത് പക്ഷേ V8 എഞ്ചിനാണ് വരുന്നത്. 3 ഡോർ വേരിയൻ്റ് ആണ്. ദ ഷോർട്ടർ വീൽ ബേസ് ആണ്. അങ്ങനെ ധാരാളം സെലിബ്രിറ്റീസും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ജനങ്ങളും ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി വെഹിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറയാവുന്നത് ലാൻഡ് റോവർ ഡിഫൻഡർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മൂവിക്കകത്ത് കാണുന്ന KL07DB9999 എന്ന് പറഞ്ഞ ബ്ലാക്ക് ഡിഫൻഡറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് വെച്ചാൽ ഡിഫൻഡറിൻ്റെ 110 സീരീസിലാണ്. മെയിനായിട്ട് ഡിഫൻഡർ 3 വേരിയൻറ്റിലാണ്, 3 മോഡൽസിലാണ് വരുന്നത്. ഡിഫൻഡറിൻ്റെ 90 വരുന്നുണ്ട്, അതായത് ദ ഷോർട്ടർ വീൽ ബേസ്, അതായത് എന്ന് വെച്ചാൽ മെയിൻലി 3 ഡോർ വേരിയൻ്റ് ആണ് അത് വരുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ റെഗുലർ വീൽ ബേസ്, അതായത് 110 ആണ് കോമൺലി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലും ഈ കാണുന്ന മാർക്കോ മൂവീസ് എല്ലാം യൂസ് ചെയ്യുന്ന 110 വേരിയൻ്റ് ആണ്. പിന്നെ ദ ലോങ്ങർ വീൽ ബേസ് ആണ് 130 വരുന്നത്. മാർക്കോ മൂവിക്ക് അത് യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്ലാക്ക് ഡിഫൻഡർ മൂവിയുടെ പ്രൊഡ്യൂസറായ ഷെരീഫ് മുഹമ്മദിൻ്റെ സ്വന്തം വണ്ടിയാണ്, അതായത് KL07DB9999. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഗ്രേ കളർ ഉണ്ണിമുകുന്ദൻ്റെ ഡിഫൻഡറാണ്. ആ ബ്ലാക്ക് കളർ ബാക്കി കിടക്കുന്നത് മാർക്കോ മൂവിക്ക് അത് യൂസ് ചെയ്തിരിക്കുന്ന സെയിം ഡിഫൻഡറാണ്. അതാണ് ഷെരീഫ് മുഹമ്മദിൻ്റെ വണ്ടി. ഉണ്ണിമുകുന്ദൻ്റെ വണ്ടി വരുന്നതും 110 സീരീസാണ്. ഒരു സെയിം സ്പെക്കാണ് വരുന്നത്. കാര്യമായിട്ട് ഇതിന് വലിയ ആക്സറീസ് ഒന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല. ഫ്രണ്ട് സൈഡിലെ ലുക്ക് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഡിഫൻഡർ ആ ഒരു പവർഫുൾ ആൻഡ് അഗ്രസീവ് ലുക്ക് തന്നെയാണ്. ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് മാറ്റ് ഫിനിഷാണ് എനിക്ക് കുറച്ചുകൂടി ഒരു അഗ്രഷൻ ഫീൽ ചെയ്യുന്നത് കാണുമ്പം. പിന്നെ വണ്ടി എന്ന് വെച്ചാൽ ഒരു ഓഫ് റോഡ് ടെറൈൻ വണ്ടി ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ഹൈറ്റിൻ്റെ ആ ഒരു സസ്പെൻഷൻ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടയേഴ്സ് വന്നിരിക്കുന്നത് 20 ഇഞ്ച് ടയേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു മോഡലിന് ബാക്കിൽ ആ ഒരു ഡിഫൻഡർ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ആക്സറീസ് പോലെ ആ ഒരു കവർ എന്ന് വെച്ചാൽ ടയറിന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വന്നിരിക്കുന്നതാണെങ്കിലും എക്സ്ട്രാ ആക്സറീസ് ഒന്നും ഇതിൽ ബേസിക്കായിട്ടുള്ള കാര്യം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഇതിൽ ധാരാളം ആക്സസറീസ് വരുന്നുണ്ട്. വണ്ടിയുടെ കോസ്റ്റിൻ്റെ ഒരു ഇരട്ടിയാണ് ഇതിൻ്റെ ആക്സസറീസിന് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ആക്സസറീസൊക്കെ ആഡ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ഒരു വേറെ ഹെവി ലുക്കിലോട്ടാണ് വരുന്നത്. ഈ ഒരു ഡിഫൻഡർ വന്നിരിക്കുന്നത് വെച്ചാൽ 2023 മോഡലാണ്. ഇതിന് വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു 3 ലിറ്റർ ട്വിൻ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു 3 ലിറ്റർ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് വെച്ചാൽ 296 bhp at 4000 RPM. ഇതിന് കിട്ടുന്ന മാക്സിമം ടോർക്ക് എന്ന് വെച്ചാൽ 650 ന്യൂട്ടൺ മീറ്റർ 1500 RPM ആണ്. ഇതൊരു ഓഫ് റോഡ് ടെറൈൻ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഏത് ടെറൈൻസും നമുക്ക് ഒരേ കംഫർട്ടിൽ ഓടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിളാണ്. പിന്നെ ഇതിന് വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു 90 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ വണ്ടികൾ ആരും മൈലേജ് നോക്കിയിട്ടല്ല എടുക്കുന്നത്. എന്നാൽ ഇതിനൊരു ആവറേജ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഒരു 11.4 ഒക്കെയാണ്. ആ റേഞ്ചിനൊക്കെ അടുത്ത് നമുക്ക് ഒരു ലോങ് സ്ട്രെച്ചിലൊക്കെ പോയാൽ കിട്ടും. പിന്നെ നമ്മൾ ഓഫ് റോഡാണ് കൂടുതൽ ട്രൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു മൈലേജ് കിട്ടുന്നതല്ല. ഉണ്ണിമുന്തൻ റിയൽ ലൈഫ് യൂസ് ചെയ്യുന്ന ഡിഫൻഡറാണ്. ഇത് ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ഗ്രേ ഫിനിഷിങ്ങിൽ അടിപൊളി ലുക്ക് തന്നെയാണ്. പിന്നെ എൻ്റെ സസ്പെൻഷൻ ഇതിപ്പോൾ ഹൈറ്റ് കൂട്ടി വെച്ചിരിക്കുവാണ്, അതാണ് ഇത്ര ഒരു ഹൈറ്റ് വരുന്നത്. പിന്നെ 20 ഇഞ്ചസ് അലോയി ആണ് വരുന്നത്. ഇത് ബേസ് അലോയി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, കാരണം നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ബട്ട് ഇത് ബേസിക് ആഡ് ഓൺ ഫീച്ചേഴ്സ് മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് ഒത്തിരി സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. മറ്റേ കാണുന്നതാണ് മാർക്കോ യൂസ് ചെയ്തിരിക്കുന്ന വണ്ടി. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നോക്കുവാണെങ്കിലും നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു എഡാം പോർഷൻ വരുന്നുണ്ട്, ലാൻഡ് റോവറിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ താഴെ ഒരു ചെറിയൊരു ഫോഗ് ലാമ്പ് ഏരിയ ആണ്. വലിയ വണ്ടിയാണെങ്കിലും ചെറിയൊരു ഫോഗ് ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ടിലെ ഒരു അഗ്രഷനും ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ഫിനിഷും ഇതിൻ്റെ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു DRL സ്ട്രിപ്പ് വിത്ത് LED കൂടെ വരുമെന്ന് വെച്ചാൽ ശരിക്കും ആ ഒരു പവർഫുൾ SUV-യുടെ ഒരു ഫീൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ കുറച്ചുകൂടി ഒരു മസ്കുലർ ഫീലും നമുക്ക് ഈ ഒരു വ്യൂവിൽ ഉണ്ണിമുന്തൻ്റെ വണ്ടിക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ബാക്ക് സൈഡിലെ ലുക്ക് വരുമ്പോഴാണെങ്കിൽ ഒരു 4 സ്പോക്കായിട്ടുള്ള ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ആ 4 സ്പോക്കിൻ്റെയും ആ ഒരു റെക്റ്റാങ്കിൾ പോർഷനിലെ LED സ്ട്രിപ്പ് പോലാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്. അതാണ് ഇതിനകത്ത് ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ
ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ആ ഒരു നമുക്ക് ഇൻഡിക്കേറ്റർ പോർഷൻ വരുന്നത്. രണ്ടിൻ്റെ ഉള്ളിലാണ് ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് വരുന്നത്. സൈഡിൽ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ 4 ലൈറ്റ് ഒരുമിച്ച് കത്തുന്നതാണ്. പിന്നെ ഇവിടെ ലാൻഡ് റോവർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഡുവൽ ടോൺ ഏരിയ ആണ്, കാരണം മിഡിലായിട്ട് ആ ഒരു ബ്ലാക്ക് സ്ട്രിപ്പിലാണ് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റും വരുന്നത്. പിന്നെ ഈ ഒരു മോഡലിന് ആ ഒരു ഡിഫൻഡർ എന്ന് പറഞ്ഞൊരു കവറിങ് ആഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ ഒരു ആക്സസറീസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 30,000 പ്ലസ് വിലയാകുന്ന ഒരു സാധനമാണ് ആ ഒരു കവറിങ് വരുമ്പോൾ. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ആ ഒരു ബോക്സ് പോലെ വെക്കാൻ ഏരിയ ഉണ്ട്. പിന്നെ സസ്പെൻഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അത് ഹൈറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് എയർ സസ്പെൻഷനാണ് വരുന്നത്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഫുഡ് സ്റ്റെപ്പ് ആണെങ്കിലും വണ്ടിക്ക് ആ ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് സ്റ്റെപ്പ് വേണം. പിന്നെ എൻ്റെ ബാക്ക് സൈഡ് വരുമ്പോഴും ആ ഒരു ഡുവൽ എക്സോസ്റ്റ് അത് ശരിക്കും ഒരു അടിപൊളി ലുക്ക് തന്നെയാണ്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആ ഒരു ഡുവൽ എക്സോസ്റ്റും ഒരു അടിപൊളി ലുക്ക് തന്നെയാണ്, ഒരു സ്പോട്ടി ലുക്ക് തന്നെയാണ്. അത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റും ഇതിന് ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും ഇത് വന്നിരിക്കുന്ന 3 ലിറ്റർ എഞ്ചിനാണ്. ഇതിൻ്റെ നമുക്ക് 90 സീരീസ് വരുമെന്ന് വെച്ചാൽ V8 എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സോസ്റ്റിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു ഔട്ട്പുട്ടിലൊക്കെ കുറച്ചുകൂടെ ഒരു അഗ്രഷൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചുകൂടെ ലൗഡറാണ്. അങ്ങനെ ഉണ്ണിമുകുന്ദൻ്റെ ഏറ്റവും പുതിയ മൂവിയായ മാർക്കോ റിലീസായി. ഉണ്ണിമുകുന്ദൻ്റെ അതിഗംഭീരമായ പെർഫോമൻസ് ആണ്, അടിച്ച് തകർക്കുവാണ് പുള്ളി. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പം വന്നിരിക്കുന്നത് വെച്ചാൽ വനിതാ ഇതിൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക് ഉണ്ണിമുകുന്ദനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നായിരുന്നു മൂവി കണ്ടത്. അടിപൊളി റോക്കിംഗ് മൂവി എന്ന് തന്നെ പറയാം. ശരിക്കും ഒരു നെക്സ്റ്റ് ലെവലിലോട്ടായിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ. ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലോട്ടാണ് ഈ ഒരു മൂവിയുടെ ആക്ഷൻ രംഗവും. കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും 18+ ആൾക്കാർക്കാണ് മെയിൻലി കാണാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാലും എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാം. ബട്ട് കുറച്ച് വയലൻസ് കൂടെ ഉണ്ട്. എന്നാലും ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. ഉണ്ണിമുകുന്ദൻ അടിച്ച് തകർത്തിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു മാർക്കോ മൂവിക്കകത്ത് ഉടനീളം നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ ബ്ലാക്ക് എഡിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് ഉണ്ണിമുകുന്ദൻ്റെ വണ്ടിയാണ്. നമ്മൾ ആദ്യം കാണിച്ച അതാണ്, ബാക്കി വരുന്ന അതാണ് മാർക്കോ യൂസ് ചെയ്തിരിക്കുന്നത്. ഷെറീഫിൻ്റെ വണ്ടിയാണ്. അതിഗംഭീരമായിട്ട് അതിലെ മാസ് എൻട്രിക്കെല്ലാം ഉണ്ണിമുകുന്ദൻ ഫൈറ്റ് സീനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു വണ്ടിയാണ്. അപ്പം നിങ്ങൾ മൂവി റിലീസായിട്ടുണ്ട്, നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ പോയിട്ട് വാച്ച് ചെയ്യുക. ശരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. അത്രയ്ക്ക് ത്രില്ലിങ് എഫക്റ്റാണ്. ഇതിൻ്റെ വയലൻസ് ആണെങ്കിലും എല്ലാം അടിപൊളി തന്നെയാണ്. ഒന്നിനൊന്നിനും മെച്ചമാണ് ഓരോ സീക്വൻസും. ഉണ്ണിമുകുന്ദൻ ആടി തകർക്കുവാണ് എന്ന് തന്നെ പറയണം. അപ്പം മൂവിയുടെ റിവ്യൂസ് എങ്ങനെയുണ്ട്, മൂവി കണ്ടതിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ ഏതൊക്കെ വണ്ടികൾ ഇനിയും സെലിബ്രിറ്റീസിൻ്റെ റിവ്യൂ ചെയ്യണമെന്നും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.